മാർവിടം ആഴമായി മുറിഞ്ഞതും സൗഖ്യം നിനക്കതാരല്ലയോ മകനേ മകനേ നീ മധ്യനായിടുവാ മകനേ മകനേ നീ മധ്യനായിടുവാ കാൽവരിയിൽ നിനക്കായി പിടഞ്ഞിടുന്നു കാൽകാരങ്ങൾ നിനക്കായി തുളയ്ക്കപ്പെട്ടു മകനേ നീ നോക്കുക നിനക്കായി തകർന്നിടുന്നു മകനേ നീ നോക്കുക നിനക്കായി തകർന്നിടുന്നു. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഈ ശബ്ദപരിധിയിൽ ഞങ്ങൾ ശ്രമിക്കുന്ന കോട്ടയം മണ്ഡിച്ചന്ത ദേശവാസികൾക്ക് വേഗം വരുന്ന യേശുക്രിസ്തുവിന്റെ നാമത്തിൽ വന്ദനത്തെ അറിയിക്കുന്നു. ഉച്ചയോണം കഴിഞ്ഞ് വിശ്രമിക്കുന്ന ഈ വേളയിൽ ഈ ശബ്ദപരിധിയിൽ ഞങ്ങൾ ശ്രമിക്കുന്ന നിങ്ങൾ എവരോടുമായിട്ട് ഈ ലോക സംഭവങ്ങൾ ഈ നാളുകളിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന വിഷയങ്ങളെ കുറിച്ച് ഓർമ്മപ്പെടുത്തുകയും എന്നാൽ ഇതിനെല്ലാം പരിഹാരമായിട്ട് 2000 വർഷങ്ങൾക്ക് മുൻപ് ഭൂമിയിൽ മാനവകുലത്തിന്റെ പാപത്തിന്റെ പരിഹാരത്തിനായി ജനിച്ച് ജീവിച്ച് മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റവനായ ലോകരക്ഷകനാകുന്ന കർത്താവിന്റെ വചനങ്ങളെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് ദേശത്തിൽ നിങ്ങളെ ഗർഭിക്കരാകുന്ന നിങ്ങളെ ഒന്നുകൂടി ഈശ്വര ചിന്തയിലേക്ക് അനീപ്പം തക്കവണ്ണം ദൈവം തന്ന നല്ല അവസരത്തെ ഓർത്ത് ഞങ്ങൾ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. നിരവധി പ്രസംഗങ്ങൾ ഇന്ന് നമ്മുടെ കാതുകളിൽ കേട്ടുകൊണ്ടിരിക്കുന്നു. രാഷ്ട്രീയ പ്രസംഗങ്ങളും മതപ്രസംഗങ്ങളും അങ്ങനെ വിവിധമാകുന്ന പ്രസംഗങ്ങളൊക്കെ നമ്മുടെ കാതുകളിൽ കേട്ടുകൊണ്ടിരിക്കുന്നു. ഇന്ന് ലോക മനുഷ്യരുടെ ഇടയിൽ ആശയങ്ങളെ അത് കൊണ്ടുവന്നെത്തിപ്പാൻ തക്കവണ്ണം ചിന്താഗതികളെ മാറ്റുവാൻ തക്കവണ്ണം ഒരുവന്റെ ആശയങ്ങൾ മറ്റൊരുവനിലേക്ക് പകരുവാൻ തക്കവണ്ണം ഏറ്റവും അധികമായിട്ട് കാര്യശേഷിയിലായിരിക്കുന്നത് പ്രഭാഷണമാണ്. പ്രഭാഷണങ്ങളിലൂടെ ഏതുവിധമാകുന്ന ആശയങ്ങളെയും മറ്റൊരുവരിലേക്ക് പകരുവാനും ഒരു മനുഷ്യ സമൂഹത്തിന് വേണ്ടതാകുന്ന ചിന്താബോധം ജനിപ്പിക്കുവാനും മനുഷ്യന്റെ ഉള്ളിന്റെ ഉള്ളറകളിൽ ഉറങ്ങിക്കിടക്കുന്ന മാനുഷിക വിഹാരങ്ങളെ മറ്റു വിധമാകുന്ന ആത്മീയ ചിന്തകളേക്ക് ഉണർത്തുവാനുമൊക്കെ പ്രസംഗങ്ങൾക്ക് സാധിക്കുന്നു. ഇന്ത്യയുടെ അങ്ങോളം ഇങ്ങോളം ഓടി നടന്ന് പ്രസംഗിച്ച ഒരു വ്യക്തിയാണല്ലോ ഗാന്ധിജി. ഗാന്ധിജി ഇന്ത്യയുടെ അങ്ങോളം ഇങ്ങോളം അതെ ഓടി നടന്ന് മനുഷ്യനോട് പ്രസംഗിച്ച് ബോധവാന്മാരാക്കി ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ബ്രിട്ടീഷിന്റെ ആധിപത്യത്തിലായിരിക്കുന്ന കർണാടകത്തിൽ നിന്നും കേരളമാകുന്ന ബ്രിട്ടീഷിന്റെ ഭരണത്തിൽ നിന്നും ഇന്ത്യൻ ജനതയെ വിമോചനത്തിലേക്ക് കൊണ്ടുവരിക, ഇന്ത്യൻ ജനതയ്ക്ക് സ്വാതന്ത്ര്യം നേടിക്കൊടുക്കുക എന്നുള്ളതാകുന്ന വലിയ ചിന്ത. അതിന് പോഷകമായിട്ട് ഗാന്ധിജി ഉപയോഗിച്ചത് പ്രസംഗങ്ങളാണ്. പ്രഭാഷണത്തിന് എപ്പോഴും മനുഷ്യന് വലിയ സ്വാധീനമുണ്ട്. നമ്മളെ ഈ നാളുകളിൽ നമ്മൾ മീഡിയകളിലൂടെയൊക്കെ നിരവധി പ്രഭാഷണങ്ങൾ കേൾക്കുന്നുണ്ട്. കഴിഞ്ഞ നാളുകളിൽ സംസാരിക്കാതെ ഇരുന്നവർ, ചിന്തിക്കാതെ ഇരുന്നവർ, പൊതുസമൂഹത്തെ അഭിമുഖീകരിക്കാതെ ഇരുന്ന പല രാഷ്ട്രീയക്കാരും പല സമുന്നത വ്യക്തികളും ഇപ്പോൾ ശബ്ദകുടഞ്ഞ് എഴുന്നേറ്റുകൊണ്ട് പ്രഭാഷണങ്ങൾ, പ്രസംഗങ്ങൾ നടത്തുകയാണ്. കാരണം എന്ത് എന്ന് ചോദിച്ചാൽ ഇന്ന് നമുക്ക് വന്നു ഭവിച്ചുകൊണ്ടിരിക്കുന്ന വലിയ തകർച്ചയാണ്. മദ്യത്തിന്റെയും മയക്കുമരുന്നിന്റെയും മസ്മർ ലഹരിയിൽ തകർന്നുകൊണ്ടിരിക്കുന്ന നമ്മുടെ ഒരു തലമുറ. 4ാം ക്ലാസ്സിലും 5ാം ക്ലാസ്സിലും പഠിക്കുന്ന നമ്മുടെ കുഞ്ഞുങ്ങൾ സിന്തറ്റിക് ലഹരികൾക്ക് അടിമയായിട്ട് ഭ്രാന്തന്മാരിലും മോശമായിട്ട് ജീവിക്കുന്ന പ്രത്യേകമാകുന്ന സാഹചര്യങ്ങൾ. ഒരു വലിയ സമൂഹം ജനമെന്ന സമാധാനമില്ലാതെ ജീവിക്കുന്നു. തങ്ങൾ എണ്ണിപ്പൊന്നി വളർത്തുന്ന തങ്ങളുടെ പിഞ്ചോമനകൾ അതിഘോരമാകുന്ന ലഹരി വസ്തുക്കൾക്ക് അടിമയായിത്തീരുന്നു.
മാതാപിതാക്കൾക്ക് പോലും ഇന്ന് മക്കളെ നിയന്ത്രിക്കാൻ പറ്റാത്ത വളരെ ശോചനീയമാകുന്ന ദുരവസ്ഥയിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നു. ഈ കഴിഞ്ഞ നാളുകളായിട്ട് നമ്മുടെ കേരള മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ സാറ് എപ്പോഴും മാധ്യമങ്ങളോട് പറയുന്ന ഒരു കാര്യമുണ്ട്, ജനം ഉണരണം. ഇന്ന് നമ്മുടെ കേരളം വന്ന് സംഭവിച്ചുകൊണ്ടിരിക്കുന്നതാകുന്ന ഈ വലിയ വിപത്തിൽ നിന്നും ഇവിടുത്തെ എക്സൈസ് ഡിപ്പാർട്ട്മെന്റിനോ പോലീസ് ഡിപ്പാർട്ട്മെന്റിനോ ഒറ്റയ്ക്ക് നേടിയെടുക്കാൻ പറ്റുന്ന ഒരവസ്ഥയിലല്ല എത്തിച്ചേർന്നിരിക്കുന്നത്. കേരളത്തിലുള്ള സകല മനുഷ്യരെ ഒന്നുപോലെ ഉണർന്ന് ഈ ലഹരിക്കെതിരെ പോരാടണമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് പോലീസ് എക്സൈസ് ഡിപ്പാർട്ട്മെന്റുകാര് ഉയർന്ന ഉദ്യോഗസ്ഥന്മാർ സോഷ്യൽ മീഡിയയിലൂടെയൊക്കെയും എപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട്, നിങ്ങൾ നിങ്ങളുടെ പരിസരങ്ങളിൽ, നിങ്ങളുടെ ചുറ്റുപാടുകളിൽ, നിങ്ങൾ ചെല്ലുന്ന ഇടങ്ങളിൽ, നിൽക്കുന്ന ഇടങ്ങളിലെല്ലാം മയക്കുമരുന്നിന്റെ എന്തെങ്കിലും വിധമാകുന്ന സിഗ്നലുകൾ കിട്ടിയാൽ ഇന്ന നമ്പറിൽ നിങ്ങൾക്ക് ബന്ധപ്പെടാം. നിങ്ങളുടെ പരിസരങ്ങളിൽ ലഹരി വ്യാപാരങ്ങളോ ലഹരി ഉപയോഗങ്ങളോ നടക്കുന്നത് കണ്ട് ഒരുപക്ഷെ അതാത് ഡിപ്പാർട്ട്മെന്റിനെ അറിയിച്ചാൽ നിശ്ചയമായിട്ടും ഞങ്ങൾ നിങ്ങളെ സംരക്ഷിക്കുന്നതായിരിക്കും. കഴിഞ്ഞ ദിവസം എക്സൈസിലെ ഒരു സീനിയർ ഉദ്യോഗസ്ഥൻ പറയുകയുണ്ടായി, അഥവാ എക്സൈസിന് ഒരു രഹസ്യ വിവരം ലഭിച്ചാൽ എക്സൈസ് ഡിപ്പാർട്ട്മെന്റിന്റെ ഏതെങ്കിലും ഒരു ഉദ്യോഗസ്ഥൻ ആ രഹസ്യ വിവരത്തെ കൊടുത്ത ആളിനെ പരസ്യം ചെയ്താൽ പിന്നീട് സർവീസിൽ ആ ഉദ്യോഗസ്ഥൻ ഉണ്ടാകുകയില്ല. കാരണം അങ്ങനെ ആ ഉദ്യോഗസ്ഥൻ പറയുവാനുണ്ടായ ചെലവികാരം ഇന്ന് നമ്മുടെ കേരളത്തിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന അതികഠിനമാകുന്ന ആ അവസ്ഥയെ മനസ്സിലാക്കിക്കൊണ്ടാണ്. നോക്കണമേ, ലഹരി വസ്തുക്കളുടെ അധികമാകുന്ന ശരീരത്തിൽ അതിന്റെ ശക്തി ഏറിയിട്ട് എന്താണ് ഇന്നത്തെ യുവതലമുറ ചെയ്തു കൂട്ടുന്നത് എന്ന് പറയാൻ പറ്റാത്തൊരവസ്ഥ. അതേപോലെ തന്നെ വിദേശ രാജ്യങ്ങളിൽ നിന്നും മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും അതിമാരകമാകുന്ന ലഹരി വസ്തുക്കൾ കേരളത്തിലേക്ക് ഒഴുകിക്കൊണ്ടിരിക്കുന്നു. ഓരോ ദിവസങ്ങളിലും ലഹരി പദാർത്ഥങ്ങളുടെ വലിയ കൂമ്പാരങ്ങളാണ് പിടിച്ചെടുക്കുന്നത്, റെയ്ഡ് ചെയ്തെടുക്കുന്നത്. ഇത് ഒരു നേരത്തെ അന്നത്തിന് വകയില്ലാത്ത ദരിദ്രരാമാനന്മാരല്ല, വലിയ സമ്പന്നന്മാര്, ഉയർന്ന ഉദ്യോഗസ്ഥന്മാര്, ഉയർന്ന നിലവാരങ്ങളിൽ ജീവിക്കുന്ന അനേകരും ഇന്ന് ലഹരി വ്യാപാരം ചെയ്ത് അതികഠിനമാകുന്ന മനുഷ്യ സമൂഹത്തിന് നാശം വിതയ്ക്കുന്ന ശക്തിയേറിയ ലഹരി വസ്തുക്കൾ വ്യാപാരം ചെയ്ത് അവരെ പണമുണ്ടാക്കുന്നു. അധ്യാപകന്മാർ അത് വ്യാപാരം നടത്തുന്നു, പലതരത്തിലുള്ള രാഷ്ട്രീയക്കാർ, അതേപോലെ തന്നെ ഉദ്യോഗസ്ഥന്മാര്, ബിസിനസ്സുകളിൽ ഏർപ്പെടുന്നവരൊക്കെ ബിസിനസിന്റെ മറവിൽ അവരും NDMA പോലെയുള്ളതാകുന്ന ലഹരി വസ്തുക്കൾ വ്യാപാരം ചെയ്ത് പണമുണ്ടാക്കാൻ നോക്കണം. എത്ര ദുർവ്യാമോഹമാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. മനുഷ്യന് പണമുണ്ടാക്കുവാൻ വേണ്ടി ഏത് കിരാതമാകുന്ന, ഏത് നീചമാകുന്ന, ഏത് ഹീനമാകുന്ന, എത്ര അധപ്പതിച്ച പ്രവൃത്തിയും ചെയ്യുവാൻ മടിക്കാത്ത ഒരവസ്ഥയിലേക്ക് എത്തിയിരിക്കുകയാണ്. സ്വന്തം കുഞ്ഞുങ്ങളെ പോലും ലഹരിക്ക് അടിമയാക്കുന്ന പിതാക്കന്മാര്, തങ്ങൾ പഠിപ്പിക്കുന്ന പിഞ്ചു കുഞ്ഞുങ്ങളാകുന്ന സ്കൂൾ വിദ്യാർത്ഥികളെ ലഹരിക്ക് ഇരയാക്കുന്ന അധ്യാപകന്മാര്, എവിടെ നോക്കിയാലും വലിയ തകർച്ച സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. നോക്കണമേ, ഇന്ന് നിരവധി കേസുകളാണ് പോലീസ് ഡിപ്പാർട്ട്മെന്റ് FIR എടുത്തത്. അതിലൊരു നല്ല ശതമാനവും ലഹരി നിമിത്തമുണ്ടാകുന്ന വിപത്തുകളാണ്. ഇന്നത്തെ ആക്സിഡന്റുകളിൽ ഒരു നല്ല ശതമാനവും മദ്യപിച്ച് അത് സ്വയബോധം നഷ്ടപ്പെട്ട് മദ്യത്തിന്റെ മാത്രം ലഹരിയിൽ വാഹനം ഓടിച്ചുണ്ടാക്കിയെടുക്കുന്ന അപകടങ്ങളാണ്. അപ്പോൾ തന്നെ കുടുംബ പ്രശ്നങ്ങൾ ഒട്ടുമുക്കാലും ഉണ്ടാകാൻ കാരണം ലഹരി നിമിത്തമുണ്ടാക്കുന്ന കാരണകാര്യങ്ങളാണ്. അങ്ങനെ എവിടെ നോക്കിയാലും ലഹരിയുടേതാകുന്ന ഒരു വലിയ പ്രസരിപ്പ് ഇന്ന് മാനവ സമൂഹത്തെ ഒന്നടങ്കമായി പിടിച്ചുയർത്തിക്കൊണ്ടിരിക്കുകയാണ്. ഭരണാധികാരികളും ഉന്നത ഉദ്യോഗസ്ഥന്മാരും ഇതാ മനുഷ്യ സമൂഹത്തോടായി പറയുന്നു, സാമൂഹിക പ്രവർത്തകരോടായി പറയുന്നു, നിങ്ങളും ഈ പ്രവർത്തനത്തിൽ ഏർപ്പെടണം.
നിങ്ങൾ ഞങ്ങളോട് പങ്കുചേരണം. നിങ്ങളും സാമൂഹിക പ്രവർത്തനങ്ങൾ ചെയ്യണം. ബോധവൽക്കരണ മീറ്റിംഗുകൾ നടത്തണം, ബോധവൽക്കരണ സെമിനാറുകൾ നടത്തണം, ബോധവൽക്കരണ പ്രഭാഷണങ്ങൾ നടത്തണം. കാരണം അവർക്ക് മനസ്സിലായി നമുക്ക് ഇന്ത്യൻ ഭരണഘടനയിൽ എഴുതപ്പെട്ടതാകുന്ന ഈ നിയമങ്ങൾ ഉപയോഗിച്ച് അവർക്കും ചെയ്തെടുക്കാൻ പറ്റാത്ത വിധത്തിൽ കൈവിട്ടു പോയിരിക്കുന്ന ഒരു കാലത്തിലേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ്. അതിനാൽ പ്രിയരെ, ഞാൻ ഇതുവരെയും ലഹരിയെ കുറിച്ച് വളരെ ചിന്തകളാണ് പറഞ്ഞത്. എന്നാൽ ഒരു കാര്യം പറയുവാനുണ്ട്. ഞങ്ങളുടെ പ്രസംഗത്തിൽ പോയിട്ടുള്ള സത്യവേദ പുസ്തകത്തിന് പ്രകാരം പറയുന്നു, ഇതെല്ലാം അന്ത്യകാല ലക്ഷണങ്ങളാണ്. അന്ത്യകാലത്തിൽ മനുഷ്യർ സ്നേഹികളായിത്തീരുമെന്നും മനുഷ്യന് ശത്രുക്കൾ അവന്റെ വീട്ടുകാർ തന്നെ ആയിത്തീരുമെന്നും മനുഷ്യന് മൃഗങ്ങളിലും ഹീനമാകുന്ന സ്വഭാവ രീതി പ്രവൃത്തികളിലേക്ക് മനുഷ്യൻ കൂപ്പുകുത്തുമെന്നും അതപ്പതിക്കുമെന്നും സത്യവേദ പുസ്തകത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. സത്യവേദ പുസ്തകത്തിൽ പറയപ്പെട്ട ഓരോരോ കാര്യങ്ങളും വളരെ പുള്ളി വ്യത്യാസമില്ലാതെ നടന്നുകൊണ്ടിരിക്കുകയാണ്. പ്രവചനങ്ങൾ ഓരോന്നും അതിന്റെ പൂർണ്ണതയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. കർത്താവ് യേശുക്രിസ്തുവിന്റെ വരവിന്റെ ലക്ഷണങ്ങൾ നമ്മളെ വിളിച്ചറിയിക്കുന്നു. ഈ ആനുകാലിക സംഭവങ്ങളെല്ലാം ഈ ആനുകാലികമായിട്ട് നമ്മുടെ ജാതികളിലും കണ്ണുകളിലും നമ്മുടെ അയൽഭവനങ്ങളിലും നമ്മുടെ പ്രദേശങ്ങളിലും വന്ന് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഓരോരോ ഹീനവും നീച്ചവും അതപ്പതിച്ചതുമാകുന്ന പ്രവൃത്തിയിൽ നിന്നും ഒരു കാര്യം മനസ്സിലാക്കുക, യേശുക്രിസ്തുവിന്റെ വരവെടുത്തിരിക്കുന്നു. ആരാണ് യേശുക്രിസ്തു? ക്രിസ്ത്യാനി എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ ഒരു ഗ്രൂപ്പിന്റെ മത നേതാവാണോ യേശുക്രിസ്തു? പല നേതാക്കന്മാരുണ്ട്, പല മതത്തിൽ നേതാക്കന്മാരുണ്ട്, പല മതത്തിൽ നേതാക്കന്മാരുണ്ട്, പല ഇസംഖ്യന്മാരുടെ നേതാക്കന്മാരുണ്ട്. എന്നാൽ അപ്രചാരപ്പെട്ടതാകുന്ന ഒരു നേതാവാണോ യേശുക്രിസ്തു? അല്ല, അല്ലേ അല്ല. യേശുക്രിസ്തു സകല മനുഷ്യരുടെയും പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി ഈ ഭൂമിയിൽ ശാന്തനായ ഒരു അത്യുന്നതനാകുന്ന വ്യക്തിത്വത്തിന്റെയും സകല മാനവകുലത്തിന്റെയും പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ ഒരേ ഒരു നേതാവാണ്. ഉലക മകാന്മാർ സകലരും ഒരുപോൽ ഉറങ്ങുന്നു കല്ലറയിൽ. എന്നാൽ ഞാൻ പ്രസംഗിക്കുന്നു, ഉന്നതനേശു മഹേശ്വരൻ മാത്രം പീഠത്തിൽ ജീവിക്കുന്നു. പലസ്തീനിൽ ഒരു കല്ലറ തുറക്കപ്പെട്ടിരിക്കുന്നു. ലോകത്തിൽ എവിടെയും നമ്മൾ അന്വേഷിച്ചാൽ യേശുക്രിസ്തുവിന്റെ കല്ലറ പോലെ തുറക്കപ്പെട്ട ഒരു കല്ലറയില്ല. യേശുക്രിസ്തു മരിക്കുമെന്നും മരിച്ച ഉയർത്തെഴുന്നേൽക്കുമെന്നൊക്കെയുള്ള മാനുഷിക ബോധങ്ങളുണ്ടായിരുന്നു, ചിന്തകളുണ്ടായിരുന്നു, പ്രവചനങ്ങളിലൂടെ അറിവുകളുണ്ടായിരുന്നു. പക്ഷെങ്കിൽ അത് സംഭവിക്കാതെ ഇരിപ്പാൻ തക്കവണ്ണം റോമ ഗവൺമെന്റ് തങ്ങളുടെ ഇമ്പീരിയൽ മുദ്രയൊക്കെ വെച്ച് വലിയ ബന്ധവസാക്കിയാണ് യേശുക്രിസ്തുവിന്റെ കല്ലറയെ അത് ലോക്ക് ചെയ്തിരുന്നത്. എന്നാൽ യേശുക്രിസ്തുവിന്റെ മരണത്തിന്റെ 3-ാം നാളിൽ ഒരു മനുഷ്യന്റെ കരം തൊടാതെ, ഒരു മനുഷ്യന്റെ പ്രയത്നമില്ലാതെ, ഒരു ആയുധത്തിന്റെയും ഒരു മെഷീനറിയുടെയും ഉപയോഗമില്ലാതെ യേശുക്രിസ്തുവിന്റെ കല്ലറ താനേ തുറന്നു. അതിൽ നിന്നും തുറക്കപ്പെട്ട കല്ലറയായി കിടക്കുന്നു. അപ്പോൾ മരിച്ചവരുടെ കൂട്ടത്തിൽ ഉയർത്തെഴുന്നേറ്റവർ ഒരുവരെ ഉണ്ടെങ്കിൽ അത് ഞങ്ങൾ പ്രസംഗിക്കുന്ന ലോകരക്ഷകനായ കർത്താവ് യേശുക്രിസ്തുവാണ്. എന്റെ പ്രിയരെ, യേശുക്രിസ്തു എന്നുള്ള വെറും ഒരു കഥാപുരുഷനല്ല. എന്നാൽ ചിലർക്കൊരു കഥാപുരുഷനാണ്. നമ്മുടെ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി 3 ആണിമേൽ തൂങ്ങി മരിച്ചവനാണ് യേശു. എന്താണ് നമ്മുടെ പാപം? ജന്മപാപം, കർമ്മപാപം, അങ്ങനെ പാപങ്ങൾ പലതായി നമ്മൾ നിൽക്കുകയാണ്. ഒരു മനുഷ്യൻ ഭൂമിയിൽ ജനിക്കുന്നത് തന്നെ ജന്മപാപത്തിലൂടെയാണ്. ഭാവിയല്ല എല്ലാവരും നടന്നു ഈ ഭൂമിയിൽ എന്ന് ചിന്തകൻ പറയുകയുണ്ടായി. ഭൂമിയിൽ ജനിച്ചിട്ടുള്ള സകല മനുഷ്യരും ഭാവികളാണ്. അവരുടെ ചിന്തകളിൽ പാപമുണ്ട്, കൊടുക്കുവാങ്ങൾ ഏർപ്പാട് ഇടപാടുകളിൽ പാപമുണ്ട്. എന്നാൽ ഇതിനൊക്കെ എങ്ങനെ വിമോചനമുണ്ടാകും? യേശുക്രിസ്തുവിലുള്ള വിശ്വാസത്തോടെ. ഒരു ക്രിസ്ത്യാനിയാണ് ഞാൻ. എന്റെ റേഷൻ കാർഡിൽ ക്രിസ്ത്യ മതമുണ്ട്, എന്റെ ആധാർ കാർഡിൽ ഞാൻ ക്രിസ്ത്യാനിയാണ്, എന്റെ മറ്റു ചില സർട്ടിഫിക്കറ്റുകൾ ഞാൻ ക്രിസ്ത്യാനിയാണ്. അതുകൊണ്ട് എനിക്കും സ്വർഗത്തിൽ പോകാമെന്ന് ഞാൻ ചിന്തിക്കുന്നുവെങ്കിൽ എന്നെ പോലെ ഒരു മൂടനില്ല. കാരണം യേശുവിനെ സ്വന്തം രക്ഷകനും കർത്താവുമായിട്ട് സ്വീകരിക്കുകയും യേശുക്രിസ്തുവിനുള്ള വിശ്വാസ പ്രമാണമുള്ള ജീവിതം നയിക്കുകയും ചെയ്യണമെന്നുള്ളത്, അവിടെയാണ് ഒരു ക്രിസ്ത്യാനി യഥാർത്ഥ ക്രിസ്ത്യാനിയായിത്തീരുന്നത്. നമ്മുടെ റേഷൻ കാർഡുകളിലോ നമ്മുടെ മറ്റു ചില രേഖകളിലോ ക്രിസ്ത്യാനി എന്ന് എഴുതിയത് കൊണ്ട് ഒരുവനൊരു ക്രിസ്ത്യാനി ആകുന്നില്ല. യഥാർത്ഥമായ ക്രിസ്തുവിന്റെ അനുയായിയാകണം. യേശു പറഞ്ഞു, നിങ്ങളിൽ 2 ഉള്ളവനൊന്നും ഇല്ലാത്തവന് കൊടുക്കുക.
നിന്റെ ഒരു ജയുടെ തടിക്കുന്നവന് മറിയുടെ കാണിച്ചു കൊടുക്കുക. നിന്റെ അയൽവാസിയെ സ്നേഹിക്കുക, നിന്റെ ശത്രുവിനെ സ്നേഹിക്കുക. എന്നാൽ യേശു ക്രിസ്തു നമ്മളെ പഠിപ്പിച്ച 100 ചിന്തകൾക്ക് വിരുദ്ധമായിട്ട് മനുഷ്യൻ നായിക്കൊണ്ടിരിക്കുന്നു. ഇതെല്ലാം പാപത്തിന്റെ ഒരു വലിയ പ്രവൃത്തിയാണ്. പാപത്താൽ നിറയപ്പെട്ട മനുഷ്യകുലത്തിന്റെ ഏറ്റവും മലീമസമായ ഹൃദയത്തിന്റെ അനുഭവമാണ്. ഇതിൽ ഒരു മാറ്റം ഉണ്ടാകണം. നോക്കണമേ, ചൂള പോലെ കത്തുന്ന ഒരു ദുർദിനം വരുന്നു. സകല അഹങ്കാരികളും താഴടിയാകും വിധത്തിൽ അതപ്പതിച്ച് തകർന്ന് ധരിപ്പണമാകുന്ന ഒരു സമയമുണ്ടാകുന്നു. സത്യവേദ പുസ്തകത്തിന്റെ ഓരോ പ്രവചനങ്ങളും വളരെ വ്യത്യാസമില്ലാതെ നടന്നുകൊണ്ടിരിക്കുന്നെങ്കിൽ എന്നെ കേൾക്കുന്ന സ്നേഹിത, ദൈവാത്മാവിൽ ഞാനൊരു കാര്യം ചോദിക്കട്ടെ. ഇന്ന് നിന്റെ പ്രാണൻ നിന്റെ ശരീരം വിട്ടാൽ 1000 വർഷത്തിലെ കത്തുന്ന തീപ്പൊയ്കയിലേക്ക് പോകുമോ? പിതാവായ ദൈവത്തോടും പുത്രനായ ക്രിസ്തുവിനോടും ചേർന്ന് നിത്യമായ സ്വർഗത്തിലേക്ക് എത്തപ്പെടുമോ? സത്യവേദ പുസ്തകം നമ്മളെ പഠിപ്പിക്കുന്നത് അപ്രകാരമുള്ളതാകുന്ന ചിന്താബോധങ്ങളാണ്. തീർച്ചയായിട്ടും നാം ഈ ഭൂമിയിൽ ജീവിക്കാൻ ദൈവം ഒരു അവസരം തരുന്നു. ജീവിക്കുന്ന അവസരം ഈശ്വരബോധത്തോടുകൂടി യേശുവിനുള്ളതാകുന്ന വിശ്വാസത്തോടുകൂടി രക്ഷായി വിശ്വസിച്ച് യേശുവിന്റെ വചനപ്രകാരം ജീവിക്കുന്നുവെങ്കിൽ നിത്യസ്വർഗം നമുക്ക് നേടുവാനായിട്ട് സാധിക്കും. പാപത്താൽ നിറയപ്പെട്ട ലോകത്തിൽ പാപത്താൽ നിറയപ്പെട്ടതാകുന്ന അനുഭവങ്ങളിലൂടെ ഇവിടെ നോക്കിയാൽ അനർത്ഥങ്ങൾ, സ്വസ്ഥതയില്ല മനുഷ്യന്, സമാധാനമില്ല മനുഷ്യന്, എപ്പോഴും ഭീതിപ്പെടുത്തുന്ന അനുഭവങ്ങൾ, സ്വന്തം മക്കളെ പോലും ഭയക്കേണ്ട വലിയ ദുർഗതിയിലേക്ക് മനുഷ്യൻ അധപ്പതിച്ചുകൊണ്ടിരിക്കുന്നു. കാരണം ഒന്നേ ഉള്ളൂ, പാപമാണ്. ഈ പാപത്തിൽ നിന്നുള്ള മോചനത്തിന് വേണ്ടി ഞങ്ങൾ ചില പ്രിയപ്പെട്ടവർ, ഞങ്ങൾ ചില സഹോദരങ്ങൾ, ഞങ്ങളുടെ ജീവിതത്തിൽ ഇന്ന് ജോലികളുള്ളവരുണ്ട്, പലവിധമായ ബിസിനസ്സുകളിൽ ഏർപ്പെടുന്നവരുണ്ട്. എന്നാൽ ഇന്നേക്കൊരു ദിവസം ഈ കഠിനമായ ചൂടിനെ അവഗണിച്ചുകൊണ്ട് ഞങ്ങൾ കേരളത്തിന്റെ പല ഭാഗത്തു നിന്നും കടന്നു വന്ന് ഈ വള്ളിക്കോട് പ്രഭാതം പഞ്ചായത്തിന്റെ ഏരിയകളിൽ ഇപ്രകാരം യേശുവിനെ വിളിച്ചുയർത്തുവാൻ കാരണമെന്ത്? കാരണം ഇന്ന് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ ദുർഗതിയിൽ നിന്നും നമ്മുടെ സമൂഹത്തെ, നമ്മുടെ രാജ്യത്തെ, നമ്മുടെ സ്റ്റേറ്റിന്, നമ്മുടെ പഞ്ചായത്തിന്, നമ്മുടെ ഭവനത്തെ രക്ഷിക്കാൻ തക്കവണ്ണം യേശുവിന്റെ വചനത്തിന് മാത്രമേ സാധിക്കുകയുള്ളൂ. അതുകൊണ്ടാണ് നമ്മുടെ പ്രിയപ്പെട്ട പ്രധാനമന്ത്രി ശ്രീ മോദിജി പോലും കഴിഞ്ഞ നാളുകളിൽ മീഡിയയുമായി പ്രസംഗിക്കുകയുണ്ടായി. ബൈബിളിനെ കുറിച്ച് വാദോരാതുള്ളതാകുന്ന വർത്തമാനം താൻ പറയുന്നത് ബൈബിൾ സമാധാനത്തിന്റെ വചനമാണ്, ബൈബിൾ സ്നേഹത്തിന്റെ വചനമാണ്, ബൈബിൾ ഈശ്വരന്മയുടെ വചനമാണ്. ഈ ബൈബിൾ നമുക്ക് എല്ലാവർക്കും അറിഞ്ഞിരിക്കുന്നെങ്കിൽ സമാധാനം ഉണ്ടാകുമെന്ന്. എന്തിനേറെ പറയുന്നു, നമ്മളുടെ പത്തനംതിട്ട ജില്ലാ കളക്ടറായിരുന്ന ശ്രീ എന്ന് പറഞ്ഞാകുന്ന ആ ജില്ലാ കളക്ടർ കഴിഞ്ഞ ദിവസം പറയുകയുണ്ടായി, ഈ പ്രശ്നങ്ങൾക്കൊക്കെ ഒരു പരിഹാരം ഉണ്ടാകണമെങ്കിൽ, ഈ ലഹരി പദാർത്ഥങ്ങൾക്കും ഈ ലഹരി വസ്തുക്കളിലും അകപ്പെട്ടു നിൽക്കുന്ന മനുഷ്യനൊരു പരിഹാരം ഉണ്ടാകണമെങ്കിൽ യേശു ക്രിസ്തുവിനോടുള്ളതാകുന്ന വിശ്വാസത്തോടെ മാത്രമേ സാധിക്കുകയുള്ളൂ. കാരണം യേശു ക്രിസ്തുവിന്റെ ചിന്താബോധങ്ങൾ മതത്തെ ജനിപ്പിക്കുന്നതല്ല, നിന്റെ സഹോദരനെ കൊന്നെടുക്കുക എന്നുള്ളതല്ല, നിന്റെ സ്നേഹിതനെ അല്ലെങ്കിൽ നിന്റെ ശത്രുവിനെ ഉന്മൂലനാശം ചെയ്യുക എന്നുള്ളതല്ല. യേശു ക്രിസ്തു വിഭാവന ചെയ്യുന്ന ആത്മീയ ചിന്തകൾ യേശു ക്രിസ്തു പഠിപ്പിക്കുന്നത് ശത്രുവിനെ സ്നേഹിക്കുവാനും ദരിദ്രന് വേണ്ടി കരം നീട്ടുവാനും അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ നിങ്ങളെല്ലാവരും എന്റെ അടുക്കൽ വരുവിനെന്ന് ആഹ്വാനം ചെയ്ത് നിങ്ങളെ പ്രകാരമായി തീരുവിന് ശിഷ്യന്മാരെ പഠിപ്പിച്ച ആ യേശുവിന്റെ അളവറ്റ സ്നേഹം, ആ യേശുവിന്റെ വചനത്തിന്റെ നന്മ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട ദേശവാസികൾ നിങ്ങൾക്ക് ഏവർക്കും ഉണ്ടാകുമാറാകട്ടെ എന്ന് ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ട് ഈ ചെറിയ പ്രവാസം ഇവിടെ ഉപസംഹരിക്കുന്നു. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. ഇവിടെ തൊട്ടടുത്ത് ഈ ചർച്ചുണ്ട്. നിങ്ങൾക്കത് ഈ പറയപ്പെട്ട കാര്യങ്ങളെ കുറിച്ച് അധികമായിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ തൊട്ടടുത്ത് ഈ ചർച്ചുണ്ട്, അവിടെ സംബന്ധിക്കാവുന്നതും അവിടെ ദേവദാസന്മാരുമായിട്ട് സംബന്ധിക്കാവുന്നതാണ്. ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. ഇപ്പോൾ പാസ്റ്റർ വി.ടി. തോമസ് അവர்கள் പ്രാർത്ഥിച്ച് ഞങ്ങൾ ഇവിടുന്ന് അടുത്ത ജംഗ്ഷനിലേക്ക് കടന്നു പോകുന്നു. പരിശുദ്ധ ദൈവമേ, സ്വർഗീയ പിതാവേ, നന്ദിയോടെ വാഴ്ത്തുന്നു സ്തുതിക്കുന്ന ഇപ്രകാരം ഈ ദേശത്തേക്ക് കടന്നു വരുവാൻ സർവശക്തനായി ദൈവം ഇടയാക്കിയ സ്നേഹത്തിനായി സ്തോത്രം. അന്തിച്ചന്തയിൽ കർത്താവേ, ദൈവത്തിന്റെ വചനമായി കടന്നു വന്ന് ഈ ദേശത്തോട് സുവിശേഷം അറിയിക്കുവാൻ കരുണയുള്ള കർത്താവ് ഇടയാക്കിയ സ്നേഹത്തിനായി സ്തോത്രം. ഇവിടെ ബിസിനസ് ചെയ്യുന്നവരെ ദൈവം അനുഗ്രഹിക്കണമേ കർത്താവേ. ഇവിടെ താമസിക്കുന്ന എല്ലാ കുടുംബങ്ങളും അനുഗ്രഹിക്കപ്പെട്ടവരായി തീരുവാൻ എൻ്റെ കർത്താവ് ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ, മദ്യത്തിനും മയക്കുമരുന്ന് അടിമപ്പെട്ട് ജീവിക്കുന്ന ജീവിതങ്ങൾ വിടിവിക്കപ്പെട്ട യേശുവിനെ സേവിപ്പാൻ ആരാധിപ്പാൻ തക്കവണ്ണം എൻ്റെ ദൈവം ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ.